അയോധ്യ സംഭാവന തട്ടിപ്പിൽ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതികൾ സംഭാവന കടത്തുന്നതിനെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. KJ ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏതായാലും ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ഇപ്പോൾ നിർണായകമായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അയോധ്യയിലെ സംഭാവന തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഊർജിതമായി തന്നെയാണ് അന്വേഷണം നടത്തി വരുന്നത്. അതിനിടയിലാണ് ഈ കേസിലെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 5 പ്രതികളുടെ CCTV ദൃശ്യങ്ങളാണ് ഈ CCTVയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഈ 5 പ്രതികൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ പങ്കുള്ളതായി ആദ്യം തന്നെ ഈ SIT കണ്ടെത്തിയിരുന്നു. അതിനുശേഷം നടത്തിയ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ 5 പേരിൽ നിന്നും പണം പിടികൂടുകയും അതോടൊപ്പം തന്നെ അതിന് അവർ ഈ മോഷ്ടിക്കുന്ന അടക്കമുള്ള CCTV ദൃശ്യങ്ങളും ലഭിച്ചിരിക്കുന്നത്. അതിനിടയിൽ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇന്നലെ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. CBI അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റ് രൂപീകരിക്കാൻ അനുവാദം നൽകുകയും അതോടൊപ്പം തന്നെ ഇതൊരു പൊതു ഇടമാണും ഇത് പൊതുവായ ഒരു സ്ഥലമാണെന്നുമെല്ലാം ഉത്തരവിറക്കിയത് സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ CBI അന്വേഷണമെന്നും വേണുഗോപാൽ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെടുന്നു. വലിയ രീതിയിൽ തന്നെയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ SP-യും എല്ലാം ഇത് രാഷ്ട്രീയായുധമാക്കി മാറ്റി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പല പ്രധാന നേതാക്കൾക്കും ഇതിൽ പങ്കുള്ളതായി പുറത്തു വന്നതുകൊണ്ട് തന്നെ ആ നേതാക്കൾക്കിടയിലും ഇത്തരമൊരു ആവശ്യം ഉയർന്നു വരികയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം അനിവാര്യമാണെന്ന് പറയുന്നു. പിന്നീട് നാം രാമക്ഷേത്ര ട്രസ്റ്റുമായി പരിശോധിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ചയാണ് ആ ട്രസ്റ്റിൻ്റെ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും ചമ്പത് റോയ് അടക്കമുള്ള അനിൽ മിശ്ര അടക്കമുള്ളവർ ഇനിയും തുടരണമോ, ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൽ തുടരണമോ അതോ അവരുടെ മറ്റ് ഏതെങ്കിലും ചുമതലകൾ നൽകണമോ എന്നതിനെക്കുറിച്ചെല്ലാം തീരുമാനിക്കുന്നത് ഈ തിങ്കളാഴ്ചയായിരിക്കും. ചമ്പത് റോയിയുമായി ബന്ധപ്പെട്ട് വരുന്നത് അദ്ദേഹം മുൻപ് തന്നെ രാജി സമർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ട്രസ്റ്റിൽ പ്രത്യേകിച്ച് അയോധ്യയിൽ തുടരാൻ താല്പര്യമില്ല, താൻ വഞ്ചിക്കപ്പെട്ടു എന്നാണ് ചമ്പത് റോയ് അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. അനിൽ മിശ്രയെ അടക്കമുള്ളവരെയും ഇത്തരമൊരു നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അതിനിടയിൽ തന്നെയാണ് ഇരുവരെയും ഇന്നലെ മണിക്കൂറുകളോളം SIT ചോദ്യം ചെയ്തിരുന്നു. അവരോടും ഈ ചമ്പത് റോയ് ഇത് തന്നെയാണ് പറഞ്ഞത്, താൻ വഞ്ചിക്കപ്പെട്ടു, തനിക്ക് ഈ കേസുമായി ഒരു ബന്ധമില്ലെന്ന് പറയുമ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറിൽ നിന്നാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പല തട്ടിപ്പുകളുടെ വിവരങ്ങളും പുറത്തു വരുന്നത്. അപ്പോഴും അദ്ദേഹം പറയുന്നത് താൻ ആ വ്യക്തിയെ വിശ്വസിച്ചു, അതുകൊണ്ട് തന്നെ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന രീതിയിൽ അദ്ദേഹം ആവർത്തിച്ച് തന്നെയാണ് SITയോടും അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകളോടും അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. മറുഭാഗം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഉത്തർപ്രദേശ് സർക്കാർ ഈ മുഖ്യപ്രതിയായ അവിനാഷ് ശുക്ലയുടെ വീട് തകർക്കുവാൻ ഈ പണം കൊണ്ട്, അയോധ്യയുടെ പണം കൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ സമ്പത്തുണ്ടാക്കുകയും ഒരു പുതിയൊരു വീട് നിർമ്മാണത്തിൻ്റെ പാതയിലാണ്. ആ വീട് തകർക്കുവാനെല്ലാം അത് അനധികൃതമായി നിർമ്മിക്കുന്ന ഒരു കെട്ടിടമാണ്, അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു നീക്കണമെന്നൊരു നോട്ടീസെല്ലാം നൽകിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു SBI മാനേജറെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു നിർണായകമായ CCTV ദൃശ്യങ്ങളാണ്, ഈ ഒരു സംഭാവന കടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 5 പ്രതികളുടെ ദൃശ്യങ്ങളും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ KC അടക്കം പ്രധാനമന്ത്രിക്ക് ഈ ഒരു കേസിൽ കത്തയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കടക്കാനുള്ളൊരു സാഹചര്യമുണ്ട്, രാഷ്ട്രീയമായ ഒരു ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന ഒരു ഇതുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പേരിലേക്ക് ഈ ഒരു ചോദ്യം ചെയ്യലിലേക്കും അതോടൊപ്പം തന്നെ അറസ്റ്റിലേക്കും നീങ്ങാനുള്ളൊരു സാഹചര്യമാണുള്ളത്. തീർച്ചയായും തുടക്കം മുതൽ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും SP-യെല്ലാം ഉന്നയിക്കുന്നത് ഇതിൽ ഉന്നതരിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സംഘപരിവാറും BJP-യുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കാണ് ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്നാണ് പലതവണയായി പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. കാരണം UP സർക്കാരോ അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര ഏജൻസികളോ അന്വേഷിക്കുകയാണെങ്കിൽ തങ്ങളുടെ നേതാക്കളെ സംരക്ഷിക്കാനുള്ള ഒരു രീതിയിലേക്ക് അവർ കടക്കും. അതുകൊണ്ട് തന്നെ ഈ
ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൽ ഉന്നതരടക്കമുള്ളവരെ പിടികൂടാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയമായി തന്നെ അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാനുള്ള വലിയ ശ്രമം തന്നെ തുടക്കത്തിലുണ്ടായിരുന്നു. കാരണം ഈ കേസ് ഉയർന്നു വന്നതിന് ശേഷം SIT രൂപീകരിക്കുന്നതും അതോടൊപ്പം തന്നെ SIT രൂപീകരിച്ച് SIT സർക്കാരിന് റിപ്പോർട്ട് നൽകിയപ്പോൾ 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പുണ്ടായതായി ചൂണ്ടിക്കാണിച്ച് അവർ റിപ്പോർട്ട് നൽകിയിട്ടും ആഴ്ചകൾ കഴിഞ്ഞാണ് FIR രജിസ്റ്റർ ചെയ്യുകയും ആ FIRൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പ്രതികളെ പിടികൂടുന്നതും. പ്രതികളെ പിടികൂടുമ്പോഴും ഒരു മെല്ലെപ്പോക്കെല്ലാം അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ആ മെല്ലെപ്പോക്കെല്ലാം അവസാനം കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളും AAPയും എല്ലാം വലിയ രാഷ്ട്രീയ വിഷയമാക്കിയ പശ്ചാത്തലത്തിൽ ഒരു പൊതുവികാരം ഉയർന്നു വന്നതിന് പിന്നാലെയായിരുന്നു ഈ 8 പ്രതികളെയും പിടികൂടിയിരിക്കുന്നത്. ഈ 8 പ്രതികളെ പിടികൂടിയപ്പോഴും ചമ്പത് റോയ് അടക്കമുള്ളവർക്കും ഇതിൽ പങ്കുണ്ട്. അവർ ആ ട്രസ്റ്റ്, പ്രത്യേകിച്ച് ആ രാമ ജന്മഭൂമി ട്രസ്റ്റ് അറിയാതെ ആ ക്ഷേത്രത്തിൽ ഒന്നും നടക്കില്ല, ഈ ഉന്നത നേതാക്കൾ അറിയാതെ എങ്ങനെ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നു, പ്രത്യേകിച്ച് 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ്, അതിൽ വെള്ളിയും അതോടൊപ്പം തന്നെ ഇന്നലെ വന്ന വിവരങ്ങൾ അനുസരിച്ച് ഡോളർ അടക്കമുള്ള വിദേശത്ത് നിന്നും എത്തുന്ന ഭക്തർ ഈ ക്ഷേത്രത്തിൽ നൽകുന്ന ഡോളർ അടക്കമുള്ളവ അവിടെ നിന്നും മോഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മോഷ്ടിക്കപ്പെടണമെങ്കിൽ അവിടുത്തെ ക്ഷേത്ര ട്രസ്റ്റും അവിടുത്തെ നേതാക്കളും അറിയാതെ, ചുമതലക്കാരും അറിയാതെ ഒരിക്കലും അത് നടക്കില്ലെന്ന് തുടക്കം മുതൽ തന്നെ അവിടെ ഒരു വിമർശനം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇനി ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിവാദമായി മാറുന്നത്. എന്തായാലും ചമ്പത് റോയ് പൂർണ്ണമായി തന്നെ അയോധ്യയുടെ ചുമതല ഒഴിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ നിലനിർത്താനാണ് ഇപ്പോൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ തീരുമാനം. തിങ്കളാഴ്ചയാണ് യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും അനിൽ മിശ്രയും അതോടൊപ്പം തന്നെ ചമ്പത് റോയിയും അടക്കമുള്ളവരെ മാറ്റണോ, അതോടൊപ്പം തന്നെ അവരുടെ ചുമതലയിൽ നിന്നും മാറ്റി പൂർണ്ണമായി തന്നെ മറ്റൊരു ചുമതല നൽകണമോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ആ യോഗത്തിലായിരിക്കും. എന്തായാലും പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അവരെ പൂർണ്ണമായി തന്നെ ഈ അയോധ്യ രാമജന്മ ട്രസ്റ്റിൽ നിന്നും ഒഴിവാക്കാനുള്ള സാധ്യതയില്ല. ഇവർ ഇപ്പോൾ പല ചുമതലകൾ വഹിക്കുന്നുണ്ടെങ്കിലും അവരെ ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളായി വീണ്ടും നിയോഗിക്കാനാണ് ഇപ്പോൾ എന്തായാലും ഈ സംഘപരിവാർ സംഘടനകളുടെ തീരുമാനം. ശരി, വ്യക്തമാണ്. എന്തായാലും അയോധ്യ സംഭാവന തട്ടിപ്പിലാണ് ഇപ്പോൾ നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രതികൾ സംഭാവന കടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.